തമിഴകം വിധി എഴുതുകയാണ്. ആവേശപൂർവ്വം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് തമിഴ്നാട്ടിൽ കാണാൻ കഴിയുന്നത്. പോളിംഗ് ബൂത്തുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5,67,00,000 വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി തമിഴ്നാട്ടിലുള്ളത്. സംസ്ഥാനത്താകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 33,133 കേന്ദ്രങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള 75,064 പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ വോട്ടർമാരുടെ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല. പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് DMKയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും എല്ലാം ചേർന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഭരണകക്ഷിക്കായി രംഗത്തിറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് AIADMKയും BJPയും ചേർന്ന് രൂപീകരിച്ച സഖ്യവും മറ്റൊരു ഭാഗത്ത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ TVKയും കളം നിറയാൻ തമിഴ്നാട്ടിൽ കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം. തമിഴ്നാട്ടിൽ സ്റ്റാലിനെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് AIADMK BJP ക്യാമ്പ് പങ്കുവെക്കുന്നെങ്കിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ ഇരു മുന്നണികളുടെയും ഭരണം മടുത്ത യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് വിജയുടെയും TVKയുടെയും പ്രതീക്ഷയും അതോടൊപ്പം തന്നെ അവരുടെ പ്രത്യാശയും. എന്തായാലും ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അന്ത്യം കുറിച്ചാണ് തമിഴകം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തമിഴ് നടൻ വിജയുടെ നേതൃത്വത്തിൽ ഗ്രാമ നഗരങ്ങളെല്ലാം ഇളക്കി മറിച്ചുള്ള പ്രചരണം. മറുഭാഗത്ത് DMK മുന്നണിക്ക് വേണ്ടി MK സ്റ്റാലിൻ, കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കന്മാരായ രാഹുൽ ഗാന്ധി, തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, AICCയുടെ നേതാക്കന്മാർ തുടങ്ങിയവർ പ്രചരണത്തിനായി തമിഴ്നാടിന്റെ മണ്ണിലേക്ക് എത്തിയത് നമ്മൾ കാണുകയാണ്. മറുഭാഗത്ത് AIADMK BJP സഖ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള BJPയുടെ ദേശീയ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ പ്രചരണത്തിലെത്തി. ആവേശജലമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ചാണ് തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷ നിർവഹിക്കാനായി 80,000-ലേറെ പോലീസ് സേനയെയുമാണ് വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അർച്ചന പട്നായിക്, ചീഫ് ഇലക്ടറൽ ഓഫീസർ അർച്ചന പട്നായിക്കാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നത്. അവരാണ് ചുമതല വഹിക്കുന്നത്. സ്ത്രീ വോട്ടർമാർക്ക് മുൻതൂക്കമുള്ള ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 2.89 കോടി സ്ത്രീകളും 2.77 കോടി പുരുഷന്മാരും 14.5 ലക്ഷത്തോളം കന്നി വോട്ടർമാരുമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പുതിയ വോട്ടർമാർ 14.5 ലക്ഷം പുതിയ വോട്ടർമാരാണ് തമിഴ്നാട്ടിൽ ഇത്തവണ വിധി എഴുതുന്നത്. ഈ പുതിയ വോട്ടർമാരിൽ ഏറിയ പങ്കും തങ്ങൾക്ക് ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ശുഭപ്രതീക്ഷയുമാണ് TVKയ്ക്കും വിജയ്ക്കും പങ്കുവെക്കാനുള്ളത്. വിജയുടെ റാലികളിൽ, വിജയുടെ പൊതുസമ്മേളനങ്ങളിൽ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം വോട്ടായി മാറിയാൽ തമിഴ്നാടിന്റെ മണ്ണിൽ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വിജയ്ക്ക് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. സുതാര്യത ഉറപ്പാക്കാൻ 1.6 ലക്ഷം ബാലറ്റ് യൂണിറ്റുകൾക്കൊപ്പം VVPAT മെഷീനുകളും തമിഴ്നാട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടർമാർക്ക് തങ്ങളുടെ മൊബൈൽ ഫോണുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോളിംഗ് കേന്ദ്രത്തിൽ ഇത്തവണ സേഫ് ഡെപ്പോസിറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ സംവിധാനം ഒരുക്കിയിരുന്നു. കൂടാതെ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകുന്ന മാതൃകാ പോലീസ് സ്റ്റേഷനുകളും ഗ്രീൻ ബൂത്തുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തമിഴ്നാട്ടിലെമ്പാടും ഒരുക്കി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന പോരാട്ടത്തിനാണ് ഇത്തവണ തമിഴ്നാട് സാക്ഷ്യം വഹിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് എഴുതിത്തള്ളാൻ കഴിയില്ല. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK 2ാം ഊഴം ലക്ഷ്യമിടുമ്പോൾ കരുത്തുറ്റ തിരച്ചുവരവിനായി AIADMK പോരാട്ട രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. നടൻ വിജയുടെ തമിഴ് വെട്ടുകഴകത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റവും സീമാന്റെ നാം തമിഴർ കക്ഷിയുടെ സാന്നിധ്യവും മത്സരത്തെ പ്രവചനാതീതമാക്കി മാറ്റുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പണക്കൊഴുപ്പ് തടയുന്നതിനായി നടത്തിയ പരിശോധനകളിൽ തമിഴ്നാട്ടിൽ ഏകദേശം 1,262 കോടി രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതായത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരിൽ നിന്നും ഇത്തരത്തിൽ പണം പിടിച്ചെടുത്തു. തമിഴ്നാടിന്റെ ജനവിധി പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിധി വരെ ചെറുത്തു തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞു എന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചെടുത്ത 1,262 കോടി രൂപ സാക്ഷ്യം വഹിക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം 62 കേന്ദ്രങ്ങളായി മെയ് 4-നാണ് തമിഴ്നാടിന്റെ വോട്ടെണ്ണൽ നടക്കുക.
ആവേശപൂർവ്വം തമിഴകം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തമിഴ്നാടിന്റെ മണ്ണിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ? AIADMK ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ? തമിഴിന്റെ സൂപ്പർ നടൻ വിജയ്ക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നല്ല നമുക്ക് മെയ് 4 വരെ കാത്തിരുന്നു കാണാം.